ന്യൂസിലേക്ക് സ്വാഗതം. എടൂർ മേഖലയിലെ എടപ്പുഴ ശാഖയിൽ നിന്നും തോമസ് കുര്യൻ പൈങ്ങോട്ട്, അന്ന കുര്യൻ പൈങ്ങോട്ട്. ടാൻസാനിയയിലെ ആദ്യ പ്രസിഡന്റ് വിശുദ്ധ പദവിയിലേക്കുള്ള പ്രയാണത്തിൽ. തലശ്ശേരി അതിരൂപതയിലെ വൈദികർ വാർഷികദാനം നവംബർ 9 തുടങ്ങി 13 തീയതി വരെ ഓൺലൈനായി നടന്നു. തീവ്രവാദികൾ 50 പേരെ തലയെറുത്തു കൊന്ന മൊസാംബിക്കിന് ധനസഹായവുമായി കത്തോലിക്ക സഭ. അർമേനിയൻ ജനതയ്ക്ക് ക്രിസ്ത്യൻ സംഘടനയുടെ കൈത്താങ്ങ്. മലയാളി വൈദികർ ഫാദർ ഇഗ്നേഷ്യസ് കുന്നുംപുറം പൊന്തിപ്പിക്കൽ ദൈവശാസ്ത്ര ഫാക്കൽറ്റിയുടെ ജനറൽ സെക്രട്ടറി. പ്രാർത്ഥിക്കുന്ന വ്യക്തി ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ. ബിഷപ്പ് റാഫി മഞ്ഞളി ആഗ്ര അതിരൂപതയുടെ മെത്രാപോലീത്ത. പലായനം ചെയ്ത 200ഓളം ക്രിസ്ത്യൻ കുടുംബങ്ങൾ പുതുജീവിതം ആഗ്രഹിച്ച് മൊസൂളിലേക്ക് മടങ്ങിപ്പോകുന്നു. പരിശുദ്ധ കന്യാമറിയം ലോകത്തിന് നൽകിയ അത്ഭുത കാശിരൂപത്തിന്റെ ചിത്രം ഫ്രാൻസിസ് മാർപ്പാപ്പ ആശീർവദിച്ചു. വാർത്തകൾ വിശദമായി. ടാൻസാനിയയിലെ ആദ്യ പ്രസിഡന്റായ ജൂലിയസ് കമ്പാരാഗെ നെയ്റേര വിശുദ്ധ പദവിയിലേക്കുള്ള പ്രയാണത്തിലാണ്. ഗോത്രത്തലവന്റെ മകനായി ജനിച്ച ജൂലിയസ് ഉഗാണ്ടയിലും സ്കോട്ട്ലാൻഡിലുമായി പഠനം നടത്തിയ ശേഷം ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ സ്വാതന്ത്ര്യ സമരം നടത്തി ടാൻസാനിയയെ 1961 സ്വതന്ത്രമാക്കി. 1964 ടാൻസാനിയയ്ക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം ലഭിച്ചു. അന്നു മുതൽ 1985 വിരമിക്കും വരെ ജൂലിയസ് നെയ്റേര ആയിരുന്നു രാഷ്ട്രതലവൻ. 20-ാം വയസ്സിൽ കത്തോലിക്ക സഭയിൽ അംഗമായ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ രഹസ്യം അനുദിന ദിവ്യബലിയും ദിവ്യകാരുണ്യ സ്വീകരണവുമായിരുന്നു. തലശ്ശേരി അതിരൂപതയിലെ വൈദികരുടെ വാർഷികദാനം നവംബർ 9 തുടങ്ങി 13 തീയതി വരെ ഓൺലൈനായി നടന്നു. ഡിവൈൻ റീട്രീറ്റ് സെന്റർ ഇംഗ്ലീഷ് വിഭാഗത്തിലെ ഡയറക്ടർ ഫാദർ അഗസ്റ്റിൻ വള്ളൂരാനാണ് ധ്യാനം നയിച്ചത്. തലശ്ശേരി അതിരൂപതയിലെ 16 ഫൊറോന കേന്ദ്രങ്ങളിൽ വൈദികർ ഒരുമിച്ചിരുന്ന് ധ്യാനിച്ചു. അവസാന ദിവസമായ വെള്ളിയാഴ്ച അഭിവന്ധ്യ പിതാക്കന്മാരുടെ ആശീർവാദത്തോടെ ധ്യാനം സമാപിച്ചു. ആഫ്രിക്കൻ രാജ്യമായ മൊസാംബിക്കിൽ ഇസ്ലാമിക തീവ്രവാദികൾ 50 പേരെ തലയറുത്തു കൊന്ന വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നതിനു പിന്നാലെയാണ് കത്തോലിക്ക സന്നദ്ധ സംഘടനയായ എയ്ഡ് ടു ദി ചർച്ച് ഇൻ നീഡ് 1 ലക്ഷം യൂറോയുടെ സഹായം മൊസാംബിക്കിനു വേണ്ടി പ്രഖ്യാപിച്ചത്. പുതപ്പ്, ഭക്ഷണം, മരുന്നുകൾ തുടങ്ങിയവ സംഘടന നൽകുന്ന സഹായത്തിൽ ഉൾപ്പെടും. അർമേനിയൻ ജനതയ്ക്ക് ക്രിസ്ത്യൻ സംഘടനയുടെ കൈത്താങ്ങ്. അർമേനിയയും അസർബൈജാനും തമ്മിലുള്ള യുദ്ധം മൂലം അഭയാർത്ഥികളായ അർമേനിയക്കാർക്ക് ബില്ലിഗ്രാം ഇവാഞ്ചലിസ്റ്റ് അസോസിയേഷന്റെ കീഴിലുള്ള അന്താരാഷ്ട്ര ക്രിസ്ത്യൻ സന്നദ്ധ സംഘടനയുടെ ശൈത്യകാല സഹായം അർമേനിയയിലേക്ക് അയച്ചു കഴിഞ്ഞുവെന്ന് സംഘടന അറിയിച്ചു. റോമിലെ തെരേസിയാനും പൊന്തിഫിക്കൽ ദൈവശാസ്ത്ര ഫാക്കൽറ്റിയുടെയും ആത്മീയ വിദ്യാപീഠത്തിന്റെയും സെക്രട്ടറി ജനറലായി മലയാളി വൈദികൻ ഫാദർ ഇഗ്നേഷ്യൻ കുന്നുംപുറം OCD നിയമിതനായി. ബൈബിൾ വിജ്ഞാനത്തിൽ ഡോക്ടറേറ്റ് ബിരുദധാരിയായ ഫാദർ ഇഗ്നേഷ്യസ് കുന്നുംപുറം കാർമലീത്ത സമൂഹത്തിന്റെ കേരളത്തിലെ മലബാർ പ്രൊവിൻസ് അംഗവും തൊടുപുഴ നെയ്യശ്ശേരി സ്വദേശിയുമാണ്. പ്രാർത്ഥിക്കുന്ന വ്യക്തി ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്ന് ഫ്രാൻസിസ് പാപ്പായുടെ ഓർമ്മപ്പെടുത്തൽ. നവംബർ 11 ബുധനാഴ്ച ട്വിറ്ററിൽ നൽകിയ സന്ദേശത്തിലാണ് പാപ്പ ഇക്കാര്യം ഓർമ്മിപ്പിച്ചത്. പ്രാർത്ഥിക്കുന്ന വ്യക്തി ഒരിക്കലും ഒറ്റയ്ക്കല്ല. യഥാർത്ഥത്തിൽ അവിടുത്തോടു കൂടിയും അവിടുന്നിലൂടെയും പ്രാർത്ഥിക്കാനാണ് ഈശോ നമ്മെ ക്ഷണിക്കുന്നത്. അറബി ഉൾപ്പെടെ വിവിധ ഭാഷകളിൽ പാപ്പ ഈ സന്ദേശം പങ്കുവച്ചിട്ടുണ്ട്. അലഹബാദ് ബിഷപ്പും തൃശൂർ സ്വദേശിയുമായ ഡോക്ടർ റാഫി മഞ്ഞളിയെ ആഗ്ര അതിരൂപതയുടെ മെത്രാപോലീത്തയായി ഫ്രാൻസിസ് പാപ്പ നിയമിച്ചു. നിലവിലെ ആഗ്ര മെത്രാപോലീത്ത ആർച്ച് ബിഷപ്പ് ആൽബർട്ട് ഡിസൂസയുടെ സ്ഥാനത്യാഗം ഫ്രാൻസിസ് പാപ്പ അംഗീകരിച്ചതോടെയാണ് പാപ്പ പുതിയ നിയമന ഉത്തരവ് പുറത്തിറക്കിയത്. 62 വയസ്സുള്ള ബിഷപ്പ് റാഫി മഞ്ഞളി 7 വർഷക്കാലം വാരണാസി രൂപതയുടെ മെത്രാനുമായി സേവനം ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികളുടെ മതപീഡനത്തെ തുടർന്ന് ഇറാഖിലെ മൊസൂളിൽ നിന്നും നിനേവെ മേഖലയിലെ മറ്റു ഭാഗങ്ങളിൽ നിന്നും പലായനം ചെയ്ത 200ഓളം ക്രിസ്ത്യൻ കുടുംബങ്ങൾ സ്വദേശത്തേക്ക് മടങ്ങി വരുന്നെന്ന് റിപ്പോർട്ട്. ഈ കഴിഞ്ഞ നവംബർ 11 മൊസൂൾ മേയറായ സുഹൈർ മുഹ്സിൻ അൽ അരാജിയാണ് ക്രിസ്ത്യൻ കുടുംബങ്ങളുടെ വലിയ തോതിലുള്ള തിരിച്ചുവരവിനെ കുറിച്ചുള്ള വാർത്ത പുറത്തുവിട്ടത്. ഫ്രാൻസിലെ പാരീസിലെ റൂട്ട്ബാക്ക് ചാപ്പലിൽ വെച്ച് വിൻസെൻഷ്യൻ സഭാംഗമായ ഫ്രഞ്ച് കന്യാസ്ത്രീ വിശുദ്ധ കാതറിൻ ലൊബേറയ്ക്ക് പരിശുദ്ധ കന്യാമാതാവ് പ്രത്യക്ഷപ്പെട്ടതിന്റെ 190ാമത് വാർഷികാഘോഷത്തിന് ആരംഭം കുറിച്ചുകൊണ്ട് വിശുദ്ധിയിലൂടെ കന്യാമാതാവ് ലോകത്തിന് സംഭാവന ചെയ്ത അത്ഭുതം കാശിരൂപത്തിന്റെ ചിത്രം ഫ്രാൻസിസ് പാപ്പ ആശീർവദിച്ചു. പെൻസെൻഷ്യൻ സന്യാസ സമൂഹത്തിന്റെ സുപ്പീരിയർ ജനറലായ ഫാദർ തോമസ് മാവ്രിക്കിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം
ഫ്രാൻസിസ് പാപ്പായുമായി നവംബർ 11 നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടയിലാണ് പരിശുദ്ധ പിതാവ് കാശുരൂപം ആശീർവദിച്ചത്. വാർത്തകൾ കഴിഞ്ഞു. നന്ദി. ജയ് ക്രൈസ്റ്റ്, ജയ് മിഷലി.